ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് 4:45 കേട്ടോ. അപ്പോൾ പിന്നെ 4:45 എണീച്ചാലുള്ളൂ നമുക്ക് 7:30 മണിയാകുമ്പോഴേക്കിന് എല്ലാതും ഫുഡും കാര്യങ്ങളും ചോറും കറി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം പിന്നെ ചോറിന് വെള്ളം വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് അടുപ്പിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം കേട്ടോ. നല്ല കറണ്ട് ബില്ലാവും. കേരളത്തിൽ കറണ്ട് ബില്ല് കൂടുതലാണ്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് ആവുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ച് തിളപ്പിക്കും കേട്ടോ. എന്നാൽ അടുപ്പ് കത്തി വരുമ്പോഴേക്കിനും അത് ചൂടാവുമല്ലോ. അപ്പോൾ പിന്നെ വേഗം അടുപ്പത്തൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ അരിയൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ രാത്രിയെ നന്നാക്കി ഉപ്പേരിക്കുള്ളതും സാമ്പാറിനുള്ളതൊക്കെ നന്നാക്കിയിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. രാവിലെ എണീറ്റാൽ എല്ലാത്തിനും കൂടി നേരം കിട്ടില്ല. അതുകൊണ്ട് പച്ചക്കറികളൊക്കെ നുറുക്കിയിട്ട് അങ്ങനെ വെക്കും, ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ പയറും ക്യാരറ്റും കൂടിയാണ് കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കുന്നത്. പയറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റും കൂടി വെച്ചിട്ടാണ് ഉപ്പേരി വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ 7 Days നിന്ന് 1 കിലോൻ്റെ പുട്ടുപൊടി വാങ്ങിച്ചതാണ് കേട്ടോ. 3 പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും നനച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ചാൽ ഒരു ബേജാറുടിച്ച പണിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ രാത്രിയൊക്കെ ഒരുക്കി വെക്കുന്നത്. അപ്പോൾ പരിപ്പൊക്കെ തിളച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മസാലയും കാര്യങ്ങളും ഇങ്ങനെ എണ്ണിപ്പെറുക്കി ഇടണ്ടല്ലോ വെച്ചിട്ടാണ് പാത്രത്തിൽ ഒന്നിച്ചിട്ടിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ആവി വരുന്ന സമയത്തല്ല നമ്മൾ വിസിലൊക്കെ ഇടുന്നത്. അപ്പോൾ അന്ന് മോളെ ഫ്രണ്ടൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കുക്കർ മൂടി വെക്കുമ്പോഴേ വിസിലിടും, അങ്ങനെ ഇടും. ഇപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ക്യാരറ്റ് ഇട്ട പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ടാണ് കളർ അങ്ങനെ കേട്ടോ. ഇപ്പോൾ 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഒരു അടപ്രഥമൻ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീട് കൂടലിൻ്റെ അന്ന് ഉരുളി കിട്ടിയതാണ്. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ കരിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കഴുകിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കാതെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പുള്ളിയും കുത്തൊക്കെ വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പായസം ഉണ്ടാക്കുന്നതായാലും അതിലുണ്ടാക്കാൻ വെച്ചു. അപ്പോൾ കുറച്ച് വെണ്ണീർ എടുത്തിട്ട്, അപ്പോൾ വെണ്ണീർ നല്ലതൊന്ന് നനച്ചിട്ട് അതിൻ്റെ അടിയിലൊന്ന് നല്ല തേച്ച് കൊടുത്താൽ കരി പിടിക്കില്ല എന്ന് പറയുന്നേക്കാം കേട്ടോ. അപ്പോൾ ഞാനൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ പെയ്തതിനേക്കാളും കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ ഇന്ന് മഴ പെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് നടുക്ക് വെള്ളം വേണം. അതിൻ്റെ സ്ട്രോങ് കൊണ്ട് വെള്ളം ഊറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടാണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ വെള്ളം അത് കുറ്റും, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ അടപ്രഥമൻ്റെ മിക്സ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കടയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയ പാത്രങ്ങളൊക്കെ എടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ എടുത്ത് ഉപയോഗിച്ചോളൂ കേട്ടോ. പാത്രങ്ങളൊക്കെ വേഗം കേടുന്ന് പോകുന്നുണ്ട്. ഞാൻ വേറൊരു ബിരിയാണി പോട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് നാശമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാത്രം വേഗം എടുത്തത് കേട്ടോ. അപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.